ഹലോ, വെൽക്കം ടു പെർസ്പെക്റ്റീവ്സ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീക്കഡ് വീഡിയോസിനെ പറ്റിയിട്ടാണ്. ലീക്കഡ് വീഡിയോസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രൈംസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ക്രൈം സിൻഡിക്കേറ്റ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഇല്ലീഗൽ ബിസിനസ്, ഇതിനെ ഇപ്പോഴും കേരള പോലീസും സൈബർ പോലീസും ഇതിനെ ഇപ്പോഴും വ്യക്തമായി മോണിറ്റർ ചെയ്യുകയോ അഡ്രസ്സ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഒരുപാട് നല്ല നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെപ്പറ്റി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മെയിൻ സ്ട്രീമിലുള്ള ആരും ഇതിനെപ്പറ്റി പറയുന്നത് കേൾക്കുന്നില്ല. സോ ഇന്ന് ഇതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്റ്റേ ക്ലോസ്. വൺസ് അഗൈൻ വെൽക്കം ടു പെർസ്പെക്റ്റീവ്സ്. ലീക്കഡ് വീഡിയോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്പര സമ്മതത്തോടെയോ അല്ലാതെയോ എടുക്കുന്ന സ്വകാര്യ നിമിഷങ്ങൾ, സ്വകാര്യ വീഡിയോകൾ. അത് സമ്മതത്തോടെ എടുക്കുന്നതുകൊണ്ട്, സമ്മതമല്ലാതെ എടുക്കുന്നതുകൊണ്ട്, അറിയപ്പെടാതെ ഒരു ഹിഡൻ ക്യാമറയിലൂടെ രഹസ്യമായി തൻ്റെ പാർട്ട്ണറിനെയോ തൻ്റെ കാമുകിയെയോ അല്ലെങ്കിൽ തൻ്റെ സെക്ഷൽ പാർട്ട്ണറിനെയോ ചതിച്ചുകൊണ്ടെടുക്കുന്ന വീഡിയോസും ഉണ്ട്. ഇതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ ബാക്കിയുള്ള ആൾക്കാരെ കാണിച്ച് അതിൽ നിന്നൊരു സൈക്കിക് സുഖം കണ്ടെത്തുന്നവരുണ്ട്. ഇതിനെ പലതരം പ്ലാറ്റ്ഫോം, വെബ്സൈറ്റുകൾ, ടെലഗ്രാം, ട്വിറ്ററൊക്കെ പോലുള്ള പ്ലാറ്റ്ഫോംസിൽ ഇതിനെ അപ്ലോഡ് ചെയ്ത് അതിലൂടെ കണ്ടെത്തുന്ന ഒരു സൈക്കിക് ജനറേഷനിലെ ആൾക്കാരുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കുഴങ്ങി മറിഞ്ഞ് കിടക്കുന്ന ഒരു ക്രൈംസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മൊബൈലൊക്കെ ഉണ്ടായ കാലം തൊട്ട് തുടങ്ങിയൊരു, അതിന് മുമ്പേ ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു സ്വകാര്യ നിമിഷങ്ങളെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നതും അത് ലീക്ക് ചെയ്യുന്നതും അതിനെ വലിയ സമൂഹം ആഘോഷിക്കുന്നതുമായിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇതൊരു ബിസിനസ് പോലെ ഇതിനെ ഇങ്ങനെ ലീക്കായി വരുന്ന ഫുട്ടേജസിനെ ഓൺലൈനുള്ള ഏതെങ്കിലും ഡ്രൈവ്സിൽ സ്റ്റോർ ചെയ്തിട്ട് അതിനെ ഫോൾഡർ ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത്, ഇപ്പോൾ എക്സ് എന്നുള്ളൊരു പെൺകുട്ടി അവൾ ട്രിവാൻഡ്രത്തുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നേക്കഡ് പിക്ചേഴ്സോ വീഡിയോസോ അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന വീഡിയോസോ ലീക്ക് ചെയ്യുകയാണ്. ഒരാൾ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതായിരിക്കാം, അല്ലാതെ ചെയ്യുന്നതായിരിക്കാം, അല്ലാതെ എന്തെങ്കിലും സാഹചര്യത്താൽ ലീക്കായി പോകുന്നതായിരിക്കാം. അപ്പോൾ മോസ്റ്റ് കേസിലും പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ് ഇന്നത്തെ കാലത്ത്. മുമ്പ് ഇത് മൊബൈൽ ഷോപ്പ് വഴിയും പല റിപ്പയറിങ് കേസ് വഴിയും പോകുമായിരുന്നു. ഇന്ന് അങ്ങനെ അല്ല, മോസ്റ്റ് കേസും പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീഡിയോസ് നെറ്റിൽ എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് പബ്ലിക്കായി. അപ്പോൾ ഇത് പ്ലാറ്റ്ഫോമിൽ അവൈലബിളായി. ഇതിനെ സെർട്ടൈൻ ആയിട്ടുള്ള ആൾക്കാർ, ഇതൊരു വലിയ സിൻഡിക്കേറ്റാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഈഗിൾ ഗെയിമിംഗ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണം അയാളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട അവരെ ഈ മോർഫ് ചെയ്യുകയും അവരെ ഇമേജസ് പ്രചരിപ്പിക്കുകയും ചെയ്തൊരു ടീമിനെ പുള്ളിക്കാരൻ ഇങ്ങനെ സ്വന്തമായി അന്വേഷിച്ച് കണ്ടെത്തി അവരെ പുറകെ പോയപ്പോൾ 15-16 വയസ്സുള്ള കുട്ടികളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് കണ്ടെത്തി. പക്ഷേ അവർ മാത്രമല്ല, കുറേ ജനറേഷനുണ്ട്. അതിപ്പോൾ അറിയാമല്ലോ, ഇല്ലീഗൽ തിങ്സ് എന്ന് പറയുന്നത് പൈസ കിട്ടുന്ന പരിപാടി ആയതുകൊണ്ട് ഏത് തന്തയില്ലാത്തരം ചെയ്യാനും ആൾക്കാർ നാട്ടിലുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന പ്രധാനത്തുള്ള ഒരു കുട്ടിയുടെ ഫോട്ടോസ്, വീഡിയോസ് ഇങ്ങനെ നെറ്റിൽ പബ്ലിഷായി. അനോണിമസ് ആയ ഒരു അക്കൗണ്ടിൽ നിന്നോ മെയിൽ അഡ്രസ്സിൽ നിന്നോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലോട്ട് അപ്ലോഡായി. അവിടെ നിന്ന് വേറെ പ്ലാറ്റ്ഫോമിലോട്ട് പോയി. അറിയാമല്ലോ, ലീക്കഡ് പോൺസൊക്കെ, അതായത് ലീഗലായിട്ട് ചെയ്യുന്ന പോൺസ് അല്ലാതെ ലീക്കഡ് ആവുന്ന സ്വകാര്യമായ പേഴ്സണൽ സെക്സ് വീഡിയോസ്, അതിനെ പോൺസ് എന്ന് പറയാൻ പറ്റില്ല, പേഴ്സണൽ സെക്ഷൽ ഇൻ്റർകോഴ്സിലോ നേക്കഡ് ആയിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ അത് പബ്ലിഷ് ചെയ്യുന്നതും അത് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളതും ഇല്ലീഗലായിട്ടുള്ള വെബ്സൈറ്റ്സിലാണ്. നമ്മൾ ഈ കാണുന്ന മോസ്റ്റ് വെബ്സൈറ്റ്സും ലീഗലല്ല. അത് ചെയ്യുന്ന പരിപാടികളും സ്ട്രിക്റ്റ്ലി ലീഗലല്ല. അത് പല പല രാജ്യങ്ങളുടെ ഡൊമൈനിലുള്ള ചില വെബ്സൈറ്റ്സുകളിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഒൺസ് ഇത് ലീക്കായി കഴിഞ്ഞാൽ അത് പലതരം വെബ്സൈറ്റ്സിൽ ഉണ്ടാവും, ഒന്നിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. കാരണം ഈ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത്, അത് ഇല്ലീഗലായിട്ടുള്ള കാര്യത്തിനെ കണ്ടാലോ ലീഗലായിട്ടുള്ള സാധനത്തിനെ കണ്ടാലോ എല്ലായിടത്തും ആടുണ്ട്, എല്ലായിടത്തും ആഡ്സൻസ് ഉണ്ട്. പക്ഷേ ഇല്ലീഗലായിട്ടുള്ള സെക്ഷനിൽ ഓടുന്ന ആഡ് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആഡായിരിക്കും. അപ്പോൾ പരസ്യ വരുമാനം എല്ലായിടത്തും ഉണ്ടെന്നുള്ളതുകൊണ്ട് എന്ത് കാര്യത്തിനും വ്യൂവർഷിപ്പ് എവിടെ കിട്ടുന്നോ അതിന് പരസ്യം കിട്ടും. അതിപ്പോൾ ഒരാളെ കൊല്ലുന്ന വീഡിയോ ആയാലും ഇട്ടാൽ പരസ്യം കിട്ടും. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീഡിയോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വഴി പുറത്തെത്തുകയും അത് കുറേ പേര് കാണുകയും അത് പലതരം ആൾക്കാർ കാണുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ പ്രൊഫൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ഇങ്ങനത്തെ കോണ്ടൻസ് മാത്രം ഇടുന്നൊരു ടെലഗ്രാം ചാനലോ ഒരു അത് ട്വിറ്ററിൽ പ്രൊഫൈലോ ഇതുപോലുള്ള കോണ്ടൻറ്റുകൾ ഇടുന്ന വേറെ പ്രൊഫൈലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ
ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവർ കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പലരും അങ്ങോട്ട് ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് പലരിലേക്ക് എത്തും. ഒൺസ് ഇതങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇവരിതിനെ സെർട്ടനായിട്ടുള്ള ആൾക്കാർ ഇതിനെ ഡൗൺലോഡ് ചെയ്യുകയും ഇതിനെ വേറെ എന്തെങ്കിലും ഡ്രൈവ്, അതായത് ഒരുപാട് ഡ്രൈവ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവൊക്കെ പോലെ തന്നെ ഒരുപാട് തേർഡ് പാർട്ടി ഡ്രൈവുകൾ ഇപ്പം നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ളതുണ്ട്. ഒരു 100, 200, 1000 രൂപ കൊടുത്താൽ 1 TB 2 TB പല റേഞ്ചിലുള്ള ഡേറ്റകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡ്രൈവുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡ്രൈവ്സിൽ ഇതിനെ ഈ എക്സ് എന്നുള്ള പേര് കൊടുത്ത്, അതായത് ഈ എക്സ് എന്നുള്ള പെൺകുട്ടിയുടെ ഒഫീഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു അക്കൗണ്ട്, അതായത് അത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയിരിക്കാം, ഫേസ്ബുക്ക് അക്കൗണ്ട് ആയിരിക്കാം, എവിടെയെങ്കിലും ഉള്ള ഒഫീഷ്യലായിട്ടുള്ള ഫോട്ടോസ് എടുത്ത്, അത് ചിലപ്പോൾ ആ കുട്ടിയുടെ മാത്രം ഫോട്ടോ ആയിരിക്കാം, ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കാം, ഭർത്താവുമായിട്ടുള്ള ഫോട്ടോ ആയിരിക്കാം, സഹോദരനായിട്ടുള്ള ഫോട്ടോ ആയിരിക്കാം. ഈ ഫോട്ടോയൊക്കെ എടുത്ത് ഇവരുടെ ഒരു പോർട്ട്ഫോളിയോ പോലെ ഈ പെൺകുട്ടിയുടെ പലതരം നോർമലായിട്ടുള്ള ഫോട്ടോസ് വെച്ച് ആ ഒരു പോർട്ട്ഫോളിയോ പോലെ ബിൽഡ് ചെയ്തിട്ട് അതിന് താഴെ ഇവരുടെ ലിറ്റായിക്ക പിക്ചേഴ്സ് എല്ലാം വെച്ച് ഇതെല്ലാം കൂടെ ഒരു ഫോൾഡറിൽ ഈ എക്സ് എന്നുള്ള പേരിൽ സോർട്ട് ചെയ്ത് വയ്ക്കുന്നൊരു പ്രവണത. അതുപോലെ മൾട്ടിപ്പിൾ ഫോൾഡേഴ്സ് ഉണ്ടാവും, എക്സ്, വൈ, സെറ്റ്, അതായത് പലതരം പെൺകുട്ടികളുടെ പേരിലുള്ള ഫോൾഡേഴ്സ്. ഈ ഫോൾഡറിൽ ആ പെൺകുട്ടിയുടെ ഒരു നോർമലായിട്ടുള്ള 1, 2, 3, 4 നോർമലായിട്ടുള്ള ഫോട്ടോസും ഇങ്ങനെ ലീക്ഡായി വന്ന ഫോട്ടോസും ഉണ്ടാവും. ഇതിങ്ങനെ ഫോൾഡർ ചെയ്തുള്ള 100 കണക്കിന് ഫോൾഡേഴ്സ് ഒരു പ്രീമിയം എന്നുള്ള പാക്കേജിൽ കേരള ഗേൾ പ്രീമിയം വീഡിയോസ്, അല്ലെങ്കിൽ മലയാളം ഓൺലി പ്രീമിയം വീഡിയോസ്, ഇന്ത്യൻ ദേശി പ്രീമിയം വീഡിയോസ്, അങ്ങനെയുള്ള പല പേരുകളിലും ഇതിനെ വിൽക്കുന്നു. എന്താണ്? ഈ ഡ്രൈവിൻ്റെ ലിങ്ക് വിൽക്കുന്നു. ഈ ഡ്രൈവ് ഓപ്പൺ ആക്കിയിട്ടിട്ട് ഈ ഡ്രൈവിൻ്റെ ലിങ്ക് വഴി വ്യൂവിങ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലൊരു സാധനം സെൻഡ് ചെയ്യുന്ന പോലെ ആ ലിങ്ക് ഉള്ള ആർക്കും അത് കയറി ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഫോൾഡേഴ്സ്, മൾട്ടിപ്പിൾ പെൺകുട്ടികളുടെ പേരുള്ള ഫോൾഡേഴ്സുള്ള, അതിനകത്ത് അവരുടെ നോർമൽ പിക്ചേഴ്സും അല്ലാതെ ലീക്ഡായി വന്ന വീഡിയോസും ഫോട്ടോസും എല്ലാം ഇട്ട് സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സോർട്ടഡ് ഫോൾഡേഴ്സ് എല്ലാം കൂടെ അടങ്ങുന്ന ഒരു പാക്കേജ്. അങ്ങനത്തെ പലതരം പാക്കേജ് ഉണ്ടാവും, പലതരം ആൾക്കാരെ പറയുന്നത്, അല്ലെങ്കിൽ പലതരം, അതായത് ഇപ്പം ഇത്ര ആൾക്കാരുടെ ഉള്ളത്, അല്ലെങ്കിൽ എല്ലാം ഉള്ളത്, അല്ലെങ്കിൽ തമിഴ് മലയാളം ഉള്ളത്, ഹിന്ദി ഉള്ളത്, ഒരു ഭയങ്കര ഇതിങ്ങനെ ചിരിച്ചതല്ല, ഭയങ്കര തീവ്രമായൊരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ഈ പാക്കേജുകൾ പല റേറ്റിന് 50 രൂപയ്ക്ക്, 100 രൂപയ്ക്ക്, 1000 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ബ്ലാക്ക് മാർക്കറ്റ് ടെലഗ്രാമിൽ വർഷങ്ങളായിട്ട് നടന്നിരുന്നു. ട്വിറ്ററിൽ എലോൺ മസ്ക് ട്വിറ്റർ വാങ്ങിച്ച് ട്വിറ്ററിനെ ഒരു പോൺ ഹബ് ആക്കിയതിന് ശേഷം, ഒന്നുകൂടെ ഞാൻ പറയുന്നു, എലോൺ മസ്ക് ട്വിറ്റർ വാങ്ങിച്ച് ട്വിറ്ററിനെ ഒരു പോൺ ഹബ്ബ് ആക്കിയതിന് ശേഷം, ഒരു പോൺ ടിക്ടോക്ക് ആക്കിയതിന് ശേഷം വളരെ വ്യാപകമായി എക്സിൽ നടന്നു. ഇപ്പോൾ എക്സിന് എന്തൊക്കെയോ ട്വിറ്ററിന് എന്തൊക്കെയോ ഒരു നിയമ തടസ്സങ്ങൾ പോകാനുള്ളതായിട്ട് കേൾക്കുന്നു. അതുകൊണ്ട് എപ്പോഴും എന്നാൽ പോലും VPN ഒക്കെ ഉപയോഗിച്ചതൊക്കെ അത് കാണുന്നുണ്ടെന്നുള്ള ഇൻസ്റ്റഗ്രാം ട്രോളുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ടെലഗ്രാമിലും എക്സിലും ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ ഇതിൻ്റെ ബിസിനസ് നടക്കുന്നു. പാക്കേജ് അവൈലബിൾ, ഡ്രൈവ് ലിങ്ക് അവൈലബിൾ, മെഗാ ലിങ്ക്, ഡ്രോപ്പ് ലിങ്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ പലതരം ഡ്രൈവുകളിൽ ഇതിനെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാക്കേജ് അവൈലബിൾ ആണ്. 100 രൂപ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. അവരെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു വാളറ്റ് അഡ്രസ്സ് അയച്ചു തരും. ഒരു QR ആയിരിക്കും. ആ QRൽ പൈസ അയച്ചിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഡീലിംഗ് ടെലഗ്രാമിലായിരിക്കും. കാരണം ടെലഗ്രാമിൽ അയക്കുമ്പോൾ ടെലഗ്രാമിൻ്റെ സോഴ്സ് കണ്ടെത്താക്കില്ലല്ലോ, ഈ പേഴ്സൺ ആരാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്ത് നെറ്റ്വർക്കിലൂടെയാണ് കോൺടാക്ട് ചെയ്യുന്നതെന്നോ, ഈ പേഴ്സൻ്റെ ഒരു IP അഡ്രസ്സോ, അല്ലെങ്കിൽ IP അഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഈ പേഴ്സൻ്റെ ഡയറക്റ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ്, ഈ പേഴ്സൻ്റെ ഐഡൻറ്റിറ്റി ടെലഗ്രാമിന് എടുക്കാൻ പറ്റില്ല. അത് ടെലഗ്രാം ഉണ്ടാക്കിയ ആ ആളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചാണ് പുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. പുള്ളി ഒരു സ്വതന്ത്ര ചിന്തകനാണ്, പുള്ളി ഒരു സ്വാതന്ത്ര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അയാളൊരു ഫിലോസഫി സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ പുള്ളി ഒരു പ്ലാറ്റ്ഫോം ഭയങ്കരമായ സ്വാതന്ത്ര്യം, ഫ്രീഡം, എല്ലാവരും ഒരു പേടിയും ഇല്ലാതെ യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്. ആ പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത് ഡ്രഗ്സ് വിൽക്കാനും, സ്കാംസ് നടത്താനും, ഇങ്ങനെയുള്ള ഇങ്ങനെ ലീക്കഡ് സാധനങ്ങൾ വിൽക്കാനും, ആയുധങ്ങൾ വിൽക്കാനുമാണ് ഈ സാധനം ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ ടെലഗ്രാമിലും എക്സിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും എല്ലാത്തിലും ഈ പാക്കേജുകൾ വിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ സഹോദരന്മാരുടെയും അമ്മമാരുടെയും, അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ആയിട്ടുള്ള, ഞാൻ നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെയോ സഹോദരിമാരായിട്ടുള്ള, അമ്മമാരായിട്ടുള്ള, ഭാര്യമാരായിട്ടുള്ള, കാമുകിമാരായിട്ടുള്ള ആൾക്കാരുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും ഒരു പാക്കേജ് പോലെ സേവ് ചെയ്ത് വെച്ച്, ഒരു സോർട്ട് ചെയ്ത് കൂട്ടി വെച്ച് അതിനെ വിറ്റ് പണമുണ്ടാക്കുന്ന ഒരു രീതി.
അത് കുറേ കാലമായി നടന്നു വരുന്നു. കുറേ ഇൻഫ്ലുവൻസേഴ്സ് അതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നും സൈബർ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇതിനൊരു വ്യക്തമായി അഡ്രസ്സ് ചെയ്യുന്നൊരു രീതിയോ അവരുടെ വെബ്സൈറ്റിലോ അവരുടെ ഇൻസ്റ്റാഗ്രാമിലോ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ ഇതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇതിനെതിരെയുള്ള ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ലൈവായിട്ട് നടക്കുന്ന ഈ വിൽക്കുന്ന രീതി ടെലഗ്രാമിലും ട്വിറ്ററിലും ലൈവായിട്ട് നടക്കുന്ന ഈ രീതി ഇന്നും അവർ അഡ്രസ്സ് ചെയ്യുകയോ ഇവരെ പിടിക്കുന്നതായിട്ടുള്ള ന്യൂസോ ഒന്നും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ നിങ്ങളിതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവില്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ന്യൂസ്, അല്ല നിങ്ങൾ അറിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ഇതിനെതിരെ വ്യക്തമായൊരു നിയമനിർമ്മാണവും അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ മോണിറ്റർ ചെയ്യുക. ഇപ്പോൾ നാട്ടിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന ടോപ്പിക് കൂടെ പറയാം. അതായത് ഇപ്പോൾ ഒരു എയും ബിയും എന്നുള്ളൊരു വ്യക്തി, എ എന്ന് പറയുന്നൊരു പെൺകുട്ടിയും ബി എന്ന് പറയുന്ന ആൺകുട്ടിയും കൂടെ പരസ്പര സമ്മതത്തോടെ ഒരു വീഡിയോ എടുക്കുന്നു. അവരുടെ ഒരു സ്വകാര്യ നിമിഷത്തിലുള്ള വീഡിയോയോ ഫോട്ടോയോ എടുക്കുന്നു. ഇത് ബി എന്ന് പറയുന്ന യുവാവ് എ എന്ന് പറയുന്ന യുവതി പബ്ലിഷ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്ക് അയച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നതോ നിയമപരമായി തെറ്റാണ്. 5 വർഷത്തോളം തടവും 5-6 ലക്ഷത്തോളം രൂപ നഷ്ടപരിഹാരമായിട്ടും കൊടുക്കുന്ന ഒരു വലിയ ഒഫൻസാണിത്. പരസ്പര സമ്മതത്തോടെ എടുത്തു എന്നുള്ളത് അത് വേറൊരാൾക്ക് കാണിക്കാനോ അയച്ചു കൊടുക്കാനോ ഉള്ള ഒരു അവകാശമോ അല്ലെങ്കിൽ ഒരു സമ്മതമോ അല്ല. ഇനി കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള ലക്ഷക്കണക്കിന് ഇങ്ങനെയുള്ള ലീക്ക്ഡ് വീഡിയോസിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതിൽ ആയിരക്കണക്കിന് വീഡിയോസ് സമ്മതത്തോടെ അല്ലാതെ ഫോഴ്സ് ചെയ്ത് ബലാത്സംഗം പോലുള്ളതും ഫോഴ്സ് ചെയ്തതും നിർബന്ധിക്കുന്നതും അല്ലെങ്കിൽ ബ്രൂട്ടലി അറ്റാക്ക് ചെയ്തുകൊണ്ടെടുക്കുന്നതുമായിട്ടുള്ള ആയിരക്കണക്കിന് വീഡിയോസ് ഉണ്ട്. അപ്പോൾ കേരള പോലീസ് ഇതിനെ വ്യക്തമായിട്ട് കേരള പോലീസും സൈബർ പോലീസും ഇതിനെ വ്യക്തമായി മോണിറ്റർ ചെയ്യുക. ഇത് പ്ലാറ്റ്ഫോമുകളിൽ എല്ലാ സമയത്തും അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ സമയത്തും പുതിയതായിട്ട് വരുന്ന കോണ്ടൻറ്റുകളെ അപ്പം ലൈവിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ മോണിറ്റർ ചെയ്തിട്ട് ആയിരക്കണക്കിന് പേജസ് ഉണ്ട്, ആയിരക്കണക്കിന് അക്കൗണ്ട്സ് ഉണ്ട്. ഇവരെ മോണിറ്റർ ചെയ്യുക എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമാണ്. ഇവരെ മോണിറ്റർ ചെയ്തിട്ട് ഇവരെ മോണിറ്റർ ചെയ്തിട്ട് ഓരോ വരുന്ന പുതിയ വീഡിയോസിലും അതുമായിട്ട് ബന്ധപ്പെട്ട പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് എങ്ങനെയാണ് ഇത് എവിടെ നിന്നാണ് പോയത്, നിങ്ങളുടെ സമ്മതത്തോടെയാണ്, എന്താണെന്നുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ്, ഇതാരാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അത് കണ്ടെത്തിയിട്ട് അതിനെ മോണിറ്റർ ചെയ്യുക. അതിനപ്പം മോണിറ്റർ ചെയ്ത് അപ്പം ഓരോ കുറ്റവാളികളെയും അപ്പം പിടിച്ചിട്ട് ഇത് ലീക്ക് ചെയ്യുന്ന ആൾക്കാരെയും ഇതിനെ വിൽക്കുന്ന മാഫിയനെയും അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മാഫിയ ആയിരിക്കും, ചിലപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയ ആൾക്കാരായിരിക്കും, അവരെല്ലാവരെയും ക്രിമിനൽസിനെയും അപ്പം മോണിറ്റർ ചെയ്ത് അപ്പം ഓരോരുത്തരെയായിട്ട് ടാർഗറ്റ് ചെയ്ത് ഓരോരുത്തരെ ശിക്ഷിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, അതിനെ ശിക്ഷിക്കുന്നു എന്നുള്ളത് പബ്ലിക്കലി വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രവണത ഈ ചെയ്യുന്ന രീതിയും ഓട്ടോമാറ്റിക്കലി കുറയും. ലക്ഷക്കണക്കിന് സംഭവങ്ങൾ, ലക്ഷക്കണക്കിന് കോണ്ടൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സ്വകാര്യ നിമിഷങ്ങൾ, ലക്ഷക്കണക്കിന് വീഡിയോസ് കേരളത്തിൽ നിന്ന് മാത്രം ലീക്ക്ഡ് ആയിട്ടുണ്ട് ഈ കഴിഞ്ഞ 25 വർഷത്തിനകത്ത്. അതിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ മരണപ്പെട്ടിട്ടുണ്ട്, ആയിരക്കണക്കിന് വീഡിയോസ് ഫോഴ്സ്ഫുള്ളി എടുത്തിട്ടുള്ളതാണ്. ഇതിലുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നോ ഇതിലുള്ള എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും നീതി കിട്ടിയിട്ടുണ്ടെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അത് പോലീസിൻ്റെയും സൈബർ പോലീസിൻ്റെയും മോണിറ്ററിങ്ങിലുണ്ടായ പ്രശ്നമാണ്. വ്യക്തമായി അനലൈസ് ചെയ്ത് വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉടനെ എടുക്കുക. നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോ ആരെങ്കിലും ലീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടി എടുക്കുക. അവരെ മാക്സിമം അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ പെർസ്പെക്റ്റീവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഇത് എത്തിക്കാൻ പറ്റുന്നവരുടെ അടുത്തേക്ക് എത്തിക്കുക. ഞാൻ വീണ്ടും പറയുന്നത്, ഒരു പബ്ലിസിറ്റിക്ക് ഈ വീഡിയോ വൈറലാക്കുക എന്നുള്ളതിലുപരി ഇത് എത്തിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഇതിനെ അഡ്രസ്സ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു സൈബർ പോലീസിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഇതിനെ അഡ്രസ്സ് ചെയ്താൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീഷ്യൽസ് അഡ്രസ്സ് ചെയ്ത് മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാകും. കാര്യം ഇപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സോ അത്രയേ ഉള്ളൂ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പറ്റുന്നത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, ബൈ.